കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാംപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് കാളിയമ്പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി. ആനക്കാംപോയിൽ സ്വദേശി ത്രേസ്യാമ്മ, വേലംകുന്നേൽ കമലം എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റു 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കെഎസ്ആർടിസി ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ADGP MR അജിത് കുമാറിന്റെ RSS നേതാവുമായുള്ള സന്ദർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP RSS നേതാക്കളെ കണ്ടെന്ന് ആദ്യം ഉന്നയിച്ചപ്പോൾ എല്ലാവരും എതിർത്തുവെന്നും കണ്ടാലെന്താ കുഴപ്പമെന്നും ചോദിച്ചുവെന്ന് VD സതീശൻ പറഞ്ഞു. ADGP RSS നേതാക്കളെ സന്ദർശിച്ച വിഷയത്തിൽ സഭയിൽ അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കുകയായിരുന്നു VD സതീശൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ നിയമസഭാ മാർച്ചിലുണ്ടായത് വൻ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് തടഞ്ഞ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. പ്രവർത്തകരെ തുരത്താൻ പോലീസ് തുടരെ ജലപീരങ്കി ഉപയോഗിച്ചു. പ്രതിഷേധം കടുത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധിച്ചപ്പോഴാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ADGP P. വിജയൻ. ഇതു സംബന്ധിച്ച് നിർണായക ഉത്തരവ് പുറത്തിറങ്ങി. മുൻ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ADGP P. വിജയൻ. നിലവിൽ പോലീസ് അക്കാദമി ഡയറക്ടറാണ്. ഇന്റലിജൻസ് വിഭാഗം മേധാവി മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറിയതോടെയാണ് പകരം P. വിജയനെ നിയമിച്ചിരിക്കുന്നത്. പോലീസ് അക്കാദമി ഡയറക്ടറായി എറണാകുളം റേഞ്ച് IG A. അക്ബറിനെയും നിയമിച്ചു. സർക്കാരും ഗവർണറും തുറന്ന പോരിലേക്ക്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, PV അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണം എന്നിവയിൽ ഇന്ന് നേരിട്ടെത്തി വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയോടും DGPയോടും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് അംഗീകരിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ചീഫ് സെക്രട്ടറിയും DGPയും രാജ്ഭവനിൽ പോയില്ല. 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം. ഗവർണറുടേത് ചട്ടവിരുദ്ധ നടപടിയെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. നിയമസഭയിൽ പ്രത്യേക സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ തറയിലിരിക്കുമെന്ന് PV അൻവർ MLA. നിയമസഭാ സമ്മേളനത്തിൽ സ്വതന്ത്ര ബ്ലോക്ക് തന്നെ വേണമെന്നും PV അൻവർ പറഞ്ഞു. ജീവനുണ്ടെങ്കിൽ നാളെ നിയമസഭയിൽ പോകുമെന്നും അൻവർ പറഞ്ഞു. പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ലെന്ന് സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. ഇനി സീറ്റ് തരാതിരിക്കാനാണ് തീരുമാനമെങ്കിൽ തറയിലിരിക്കാനാണ് തന്റെ തീരുമാനം. തറ അത്ര മോശം സ്ഥലമല്ലെന്നും PV അൻവർ പറഞ്ഞു. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മാന്യതയും സഭ്യത നിറഞ്ഞതുമായിരിക്കണമെന്ന് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവുമായി മന്ത്രി KB ഗണേഷ് കുമാർ. പൊതുജനങ്ങളാണ് യജമാനന്മാരെന്ന് മറക്കരുത്. അടുത്തിടെ RT ഓഫീസുകളടക്കം സന്ദർശിച്ചപ്പോൾ അവിടെ ഇരിക്കുന്നവർ വളരെ മോശമായി ജനങ്ങളോട് പെരുമാറുന്നതാണ് കണ്ടത്. ജനങ്ങളോട് കയർത്താണ് സംസാരിക്കുന്നത്. ആളുകളെ അകാരണമായി നടത്താൻ പാടില്ല. ഒരു ഫയലും തീർപ്പാകാതെ 5 ദിവസത്തിൽ കൂടുതൽ വെച്ചാൽ കടുത്ത നടപടി നേരിടേണ്ടി വരും. വിജിലൻസിന്റെയും സ്ക്വാഡിന്റെയും പരിശോധന ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇത് സംബന്ധിച്ച് ഗതാഗത കമ്മീഷണറുടെ കൃത്യമായ ഉത്തരവുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഈ മാസം 11-ാം തീയതി വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ ഈ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ ഹാട്രിക് വിജയമുറപ്പിച്ച് BJP. 90 സീറ്റിൽ 50ഇടത്തും BJP ലീഡ് നിലനിർത്തുന്നു. കോൺഗ്രസ് 34 സീറ്റിലാണ് മുന്നിലുള്ളത്. BJP പാളയത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. വൈകിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ അടിയന്തര യോഗം BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ വിളിച്ചു ചേർത്തിട്ടുണ്ട്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായ ലീഡ് പുലർത്തിയിരുന്ന കോൺഗ്രസിന്റെ ലീഡ് 2-ാം മണിക്കൂറിൽ കുത്തനെ ഇടിയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലും നേട്ടം കൊയ്ത് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. 2005-ന് ശേഷം ഇതുവരെ 2 പതിറ്റാണ്ട് കാലം കോൺഗ്രസിനെ കൈവിട്ട മണ്ഡലം വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ചിരിക്കുകയാണ്. ലീഡുകൾ മാറിമറിഞ്ഞ ആകാംക്ഷ നിറഞ്ഞ വോട്ടെണ്ണലിനൊടുവിൽ 6015 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വിനേഷ് നേടിയത്. ഭാരം 100 ഗ്രാം കൂടുതലാണെന്ന കാരണത്താൽ കയ്യെത്തും ദൂരത്തെത്തിയ ഒളിമ്പിക്സ് മെഡൽ കൈവിട്ടു പോയതിന്റെ പിന്നാലെയായിരുന്നു വിനേഷിന്റെ കോൺഗ്രസ് പ്രവേശനം. സത്യം ജയിച്ചുവെന്നാണ് വിനേഷിന്റെ ആദ്യ പ്രതികരണം. പതിറ്റാണ്ടിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലേക്ക്. ഒമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രിയായേക്കും. മത്സരിച്ച 2ഇടത്തും ഒമർ മുന്നിലാണ്. BJPയുടെ ലീഡ് ജമ്മു മേഖലയിൽ മാത്രമായി ചുരുങ്ങി.
ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം വിജയം കുറിച്ച് അയർലൻഡ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ 69 റൺസിനാണ് അയർലൻഡിന്റെ വിജയം.